പ്രൈസ് ദി ലോർഡ്. 1 ദിനവൃത്താന്ത പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 54 വരെയുള്ള തിരുവചനങ്ങൾ. ആദാം, ഷേത്ത്, ഏനോഷ്, കേനാൻ, മഹലലേൽ, യാരേദ്, ഹാനോക്ക്, മെതുശലേഖ്, ലാമെക്, നോഗ, ഷേം, ഹാം, യാഫേത്ത്. യാഫേത്തിൻ്റെ പുത്രന്മാർ ഗോമെർ, മാഗോഗ്, മാദായി, യാവാൻ, തൂബാൽ, മേശക്ക്, തീരാസ്. ഗോമേരിൻ്റെ പുത്രന്മാർ അസ്കേനസ്, റീഫത്ത്, തോഗർമ. യാവാൻ്റെ പുത്രന്മാർ എലീസ, തർസീസ്, കിത്തീം, ദോദാനീം. ഹാമിൻ്റെ പുത്രന്മാർ കൂഷ്, മിസ്രായിം, പൂത്ത്, കനാൻ. കൂഷിൻ്റെ പുത്രന്മാർ സെബ, ഹബീല, സപ്ത, രമ, സബേഖ. രമയുടെ പുത്രന്മാർ സെബ, ദദാൻ. കൂഷ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യത്തെ വീരനായിരുന്നു. മിസ്രയീമോ ലുദീം, അനാമീം, ലഹാബീം, നപ്തൂഹീം, പത്രൂസീം, കസ്ലൂഹീം. ഇവരിൽ നിന്ന് ഫെലിസ്തർ ഉത്ഭവിച്ചു. ഖപ്തോരീം എന്നിവരെ ജനിപ്പിച്ചു. കനാൻ തൻ്റെ ആദ്യജാതനായ സീദോൻ, ഹേത്ത്, എബൂസി, അമോരി, ഗിർക്കശി, ഹിബി, അർക്കി, സീനി, അർബാദി, സെമാരി, ഹമാത്തി എന്നിവരെ ജനിപ്പിച്ചു. ഷേമിൻ്റെ പുത്രന്മാർ ഏലാം, അശൂർ, അർപ്പക്ഷദ്, ലൂദ്, അരാം, ഊസ്, ഹൂൾ, ഗേദർ, മേശക്. അർപ്പക്ഷദ് ഷേലക്കിനെ ജനിപ്പിച്ചു. ഷേലക് ഏബറിനെ ജനിപ്പിച്ചു. ഏബറിന് 2 പുത്രന്മാർ ജനിച്ചു. ഒരുത്തന് പേലക് എന്നു പേർ. അവൻ്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞുപോയത്. അവൻ്റെ സഹോദരന് യൊക്താൻ എന്നു പേർ. യൊക്താനോ അൽമോദാദ്, ഷേലഫ്, ഹസർമാവെത്ത്, യാരഹ്, ഹദോരാം, ഊസാൽ, ദിക്ല, ഏബാൽ, അബീമായേൽ, ഷെബ, ഓഫീർ, ഹവീല, യോബാബ് എന്നിവരെ ജനിപ്പിച്ചു. ഇവരെല്ലാവരും യൊക്താൻ്റെ പുത്രന്മാർ. ഷേം, അർപ്പക്ഷദ്, ഷേലഖ്, ഏബർ, പേലഹ്, രയു, ഷെരൂഖ്, നാഹോർ, തേരഹ്, അബ്രാം. ഇവൻ തന്നെ അബ്രഹാം. അബ്രഹാമിൻ്റെ പുത്രന്മാർ ഇസ്ഹാക്ക്, ഇസ്മായേൽ. അവരുടെ വംശപാരമ്പര്യമാവിത്. ഇസ്മായേലിൻ്റെ ആദ്യജാതൻ നെബായോത്ത്, കേദാർ, അദ്ബേയേൽ, മിപ്സ, മിസ്മ, ധൂമ, മസ, ഹദദ്, തേമ, യെദൂർ, നാഫീഷ്, കേദമ. ഇവർ ഇസ്മായേലിൻ്റെ പുത്രന്മാർ. അബ്രഹാമിൻ്റെ വെപ്പാട്ടിയായ കെദൂറയുടെ പുത്രന്മാർ സിമ്രാൻ, യൊക്ഷാൻ, മേധാൻ, മിദ്യാൻ, ഇസ്ബാഖ്, ഷൂവഖ് എന്നിവരെ അവൾ പ്രസവിച്ചു. യൊക്സാന്റെ പുത്രന്മാർ സെബ, ദദാൻ. മിദ്യാന്റെ പുത്രന്മാർ ഏഫർ, ഹാനോക്ക്, അബീദ, എൽദായ. ഇവരെല്ലാവരും കെദൂരയുടെ പുത്രന്മാർ. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു. ഇസ്ഹാക്കിൻ്റെ പുത്രന്മാർ ഏശാവ്, ഇസ്രായേൽ. ഏശാവിൻ്റെ പുത്രന്മാർ എലീഫാസ്, രയൂവേൽ, യയൂസ്, യലാം, കോരഹ്. എലീഫാസിൻ്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സെഫി, ഗെദാം, കെനസ്, തിമ്ന, അമാലേഖ്. രയൂവേലിൻ്റെ പുത്രന്മാർ നഹത്ത്, സേറഹ്, ഷമ്മ, മിസ. സെയീരിൻ്റെ പുത്രന്മാർ ലോദാൻ, ശോബാൽ, സിബേയോൻ, അന, ദീശോൻ, ഏസർ, ദീശാൻ. ലോദാൻ്റെ പുത്രന്മാർ ഹോരി, ഹോമാം, തിമ്ന ലോദാൻ്റെ സഹോദരി ആയിരുന്നു. ശോബാലിൻ്റെ പുത്രന്മാർ അലിയാൻ, മാനഹത്ത്, ഏബാൽ, സെഫി, ഓനം. സിബയോൻ്റെ പുത്രന്മാർ അയ്യ, അന. അനായുടെ പുത്രന്മാർ ദീശോൻ. ദീശോൻ്റെ പുത്രന്മാർ ഹമ്രാൻ, എസ്ബാൽ, ഈത്രാൻ, കെരാൻ. ഏസരിൻ്റെ പുത്രന്മാർ ബിൽഹാൻ, സാബാൻ, യാഖാൻ. ദീശാൻ്റെ പുത്രന്മാർ ഊസ്, അരാൻ. ഇസ്രയേൽ മക്കളെ രാജാവ് വാഴും മുമ്പേ ഏദോം ദേശത്തു വാണ രാജാക്കന്മാർ ആരെന്നാൽ ബെയോരിൻ്റെ മകനായ ബേല. അവൻ്റെ പട്ടണത്തിന് ദിൻ ഹാബ എന്നു പേർ. ബേല മരിച്ച ശേഷം ബൊസ്രാക്കാരനായ സേരഹിൻ്റെ മകൻ യോബാബ് അവനു പകരം രാജാവായി. യോബാബ് മരിച്ച ശേഷം തേമാ ദേശക്കാരനായ
ഹൂശാം അവനു പകരം രാജാവായി. ഹൂശാം മരിച്ച ശേഷം ബെദദിന്റെ മകൻ ഹദദ് അവനു പകരം രാജാവായി. അവൻ മോവാബ് സമഭൂമിയിൽ മിദ്യാനെ തോൽപ്പിച്ചു. അവന്റെ പട്ടണത്തിന് അവീത്ത് എന്നു പേർ. ഹദദ് മരിച്ച ശേഷം മസ്രേക്കാരനായ സംള അവനു പകരം രാജാവായി. സംള മരിച്ച ശേഷം നദീതീരത്തുള്ള രഹോബോത്ത് പട്ടണക്കാരനായ ഷൗൽ അവനു പകരം രാജാവായി. ഷൗൽ മരിച്ച ശേഷം അക്ബോരിന്റെ മകൻ ബാൽഹാനാൻ അവനു പകരം രാജാവായി. ബാൽഹാനാൻ മരിച്ച ശേഷം ഹദദ് അവനു പകരം രാജാവായി. അവന്റെ പട്ടണത്തിന് പായി എന്നും ഭാര്യയ്ക്ക് മെഗദബേൽ എന്നും പേർ. അവൾ മെസാഹാബിന്റെ മകളായ മത്രേദിന്റെ മകളായിരുന്നു. ഹദദും മരിച്ചു. ഏദോമ്യ പ്രഭുക്കന്മാരാവിത് തിമ്ന പ്രഭു, അല്യാ പ്രഭു, യാദേത്ത് പ്രഭു, ഒഹോലിബാമ പ്രഭു, ഏലാ പ്രഭു, പീനോൻ പ്രഭു, കെനസ് പ്രഭു, തേമാൻ പ്രഭു, മിബ്സാർ പ്രഭു, മഗ്ദിയേൽ പ്രഭു, ഈരാം പ്രഭു. ഇവരത്രേ ഏദോമ്യ പ്രഭുക്കന്മാർ. വായിച്ചതായ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.